പൊങ്കാല സമർപ്പണം ആരവല്ലിക്കാവ്. പ്രധാന ദേവീക്ഷേത്രങ്ങളിൽ ദേവിയുടെ ഇഷ്ട വഴിപാടായ പൊങ്കാല ഈ കലിയുഗത്തിൽ ദുരിതബാധിതകൾ കൂടി വരുമ്പോൾ ഇതിന്റെ പ്രാധാന്യം കൂടി വരുന്നു. സ്ത്രീകൾ മാനസിക ശാരീരിക വായുശുദ്ധിയോടുകൂടി വളരെ പവിത്രമായി ദേവിക്ക് സമർപ്പിക്കുന്ന ഈ പൊങ്കാല നിവേദ്യത്തിന് ഏറെ പ്രാധാന്യങ്ങളുണ്ട്. ഇവിടെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചത് അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ്. ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മാറി വരുന്ന സാഹചര്യങ്ങളില് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കൂടി ഭക്തി നിറയ്ക്കാൻ ഇത്തരം പ്രവർത്തികളിലൂടെ നമുക്ക് സാധിക്കണം. ഈ ഭക്തി എന്നും എല്ലാവരിലും നിറഞ്ഞ് അതിലൂടെ സമൂഹത്തിനും നാടിന് മുഴുവനും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണിസാർ 17 കൊല്ലത്തോളം ആയി പൊങ്കാല ഇവിടെ തുടങ്ങിയിട്ട് ഓരോ വർഷം ചെല്ലുന്തോറും പൊങ്കാലയുടെ എണ്ണം ഇവിടെ വർദ്ധിച്ച് വരികയാണ്. ഒരു കൊല്ലം പൊങ്കാലയിടുന്നവർ പിറ്റേ വർഷവും പൊങ്കാലയിടുന്നതിന് ആ ദിവസം കാത്തിരിക്കുന്ന ഒരവസ്ഥയാണ് ആരവല്ലിക്കാവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. 7 ദിവസത്തെ വ്രതമെടുത്താണ് ഈ പൊങ്കാല ഇവിടെ സമർപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട തന്ത്രി ശ്രീ മണയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരി അവരുടെ നിർദ്ദേശാനുസരണമാണ് 7 ദിവസത്തെ വ്രതം പൊങ്കാലയ്ക്കും താലപ്പൊലി ഘോഷയാത്രയ്ക്കും എടുത്തു വരുന്നത്. കുടുംബ ഐശ്വര്യത്തിനും കന്യകമാർക്ക് നല്ല വരനെ കിട്ടുന്നതിനും ഭർത്താക്കന്മാരുടെ ആയുരാരോഗ്യത്തിനും കുടുംബ ഭദ്രതയ്ക്ക് നല്ല സന്താനങ്ങളെ ലഭ്യമാക്കുന്നതിനും കുടുംബത്ത് ദേവി കടാക്ഷം അനുഗ്രഹപൂജിതമാകുന്നതിനാണ് പൊങ്കാല സമർപ്പിക്കുന്നത്. ആരവല്ലിക്കാവ് ഭഗവതി ദേവിക്ക് 10 വർഷത്തേക്കാനും പൊങ്കാല സമർപ്പിക്കാൻ ജനങ്ങൾ കൂടി വരുന്നു. ശ്രീ ദുർഗ ഭദ്ര ദേവി ക്ഷേത്രത്തിലെ 2025 ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൊങ്കാലയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലുള്ള പഞ്ചായത്തുകളിലും തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ വിവിധ വാർഡുകളിലും ഉള്ള ഏകദേശം ഒരു 150ഓളം സ്ത്രീകളാണ് ഇവിടെ പൊങ്കാലയ്ക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. പൊങ്കാല കൃത്യം 8 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഏകദേശം അരമണിക്കൂറോളം കഴിഞ്ഞു സ്റ്റാർട്ട് ചെയ്തിട്ട്. നല്ല സഹകരണമാണ്. അതുപോലെ തന്നെ ഇത് വ്യക്തമായിട്ട് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്ത കാരണം ഇവിടെ പങ്കെടുത്തിട്ടുള്ള ഭക്തർക്കും മറ്റാർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ സുരക്ഷത്തിന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നവധാന്യങ്ങളിൽ അരിയാണ് പാരിസ്ഥിതിയുമായി അനുയോജിച്ചുകൊണ്ട് പുതിയ കലത്തിൽ അടുപ്പുകൂട്ടി വെള്ളം വെച്ച് ഭഗവതിക്കുള്ള നിവേദ്യമെന്ന പൂർണ്ണ സങ്കല്പത്തിൽ അരി കഴുകി അടപ്പത്തിട്ട് ആചാര്യ ശ്രേഷ്ഠന്മാരുടെ നിർദ്ദേശപ്രകാരം ശർക്കര, മറ്റ് നവധാന്യ വസ്തുക്കൾ ഉൾപ്പെടെ തേന്, ഏലക്ക, ജീരകം പാകമാകുന്നതിന് അനുസരിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നിവേദ്യം തയ്യാറായി കഴിഞ്ഞു. എല്ലാ ഭക്തരുടെയും നിവേദ്യം തയ്യാറായി കഴിഞ്ഞാൽ മേൽശാന്തി ശ്രീകോവിലിൽ നിന്നും പ്രത്യേകം പുണ്യാദം എല്ലാ പൊങ്കാലയ്ക്കും തളിച്ചുകൊണ്ട് പൊങ്കാല തീർത്തും ദേവിക്ക് സമർപ്പിക്കുകയും പൊങ്കാല മഹോത്സവം ആഘോഷിച്ചതായിട്ടാണ് സങ്കല്പം. ആദ്യം നിവേദ്യം തിളയ്ക്കുന്നവര് കുരുവയിട്ട് ഭഗവതിയെ അറിയിക്കുകയും പ്രാർത്ഥനയോടെ നിവേദ്യ സമർപ്പണത്തിനുള്ള മറ്റ് ചടങ്ങുകൾ ചെയ്യുകയാണ് പതിവ്.
ഇവിടെ തിരിച്ച് പോകാൻ തോന്നാറില്ല. അതാണ് നമ്മുടെ അനുഭവം. ഓരോ കൊല്ലവും പൊങ്കാലയിടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്തോ ആണ്, അടുത്ത ഈ പ്രാവശ്യം തന്നെ എല്ലാ അനുഗ്രഹങ്ങളും തന്നെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ അടുപ്പുകളിലേക്കും പൊങ്കാല പകർന്നു കഴിഞ്ഞു. രാജേഷിനും ആരവല്ലിക്കാവിൽ അമ്മയുടെ പേരിൽ, ഇവിടുത്തെ ഭരണസമിതിയുടെ പേരിൽ, ഉത്സവ കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ അകൈതവമായ നന്ദി അറിയിക്കട്ടെ. അമ്മേ നാരായണ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവ്വമല്ലാതുറങ്ങിനാൻ കുറിക്കാലം ദീവമക്കാല അമരാധികൾ ബ്രഹ്മരുദ്രന്മാരും ഒത്തുയത്നം ചെയ്യാനൊരുങ്ങവേ പോയാൽ തൻ കാര്യസിദ്ധിക്കാമേ കുന്നത്തിനുള്ളേരം വരും യോഗനിദ്രയിൽപ്പെട്ട വിഷ്ണുവേ കണ്ടദേവന്മാരെ വിഷ്ണുവൻ ചുറ്റുപാടുമാറ്റിലേറെ നേരമിതുന്നിച്ചം പർവാനുണരായികയാൽ ബ്രഹ്മരുദ്രന്മാരും കിടക്കുന്ന വിഗ്രഹം വിളിച്ചുവാൻ അഗ്രഹം കരന്താളാമേരും നിനക്കും ഭാഗ്യമേകീരായത്ത് മധ്യത്തിലാകിയ ചെയ്താലും ഞങ്ങളുടെ കാര്യമുണർന്നു വിളിക്കുന്ന നേരമെന്തോ പൗരുഷം നിഷ്പ്രയോജനം അതാത് കാലത്തുണ്ടാവുന്നതിന്മകളൊക്കെ കുതിച്ചേതയില്ല ഇതെല്ലാം അസാധ്യം ദൈവകൽപ്പിതം ദേഹമുണ്ടെന്ന് വരിക്കുന്ന ദുഃഖങ്ങൾ നിശ്ചയം നമ്മുടെ മാനസിക തൃപ്തി ഉണ്ടാവുകയുള്ളൂ. പൊങ്കാല സമർപ്പണം നൈവേദ്യം നടത്തി കഴിഞ്ഞു. അങ്ങനെ ആദ്യത്തെ നൈവേദ്യം കഴിഞ്ഞു. രണ്ടാമത്തെ പൊങ്കാല സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തേതിലേക്ക് കടന്നു. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ പൊങ്കാല ഇവിടെ സമർപ്പിച്ച് കഴിയും. പൊങ്കാല സമർപ്പണത്തിന് ശേഷം എല്ലാവരും കയ്യും. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ആരവല്ലിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും തെക്ക്